മീൻ ഇത്രയും റൂട്ടഡ് ആയിട്ടുള്ള ഇത്രയും നല്ലൊരു കഥ എടുക്കാൻ പറ്റില്ല. എന്നാൽ അപ്പുറത്ത് ഒരു സ്റ്റാർ ഉണ്ട്, ഭയങ്കര മോശം ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്, പടമുണ്ട്, അത് എടുക്കാം. ആ ആ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. ഒബിയസ്ലി ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ്സ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഒരു നല്ല കഥ കാണാൻ ആളുകൾ ഇരിക്കില്ല. ഇത് കൺവിൻസ് ചെയ്യാൻ കോർപ്പറേറ്റ് സ്പേസിലേക്ക് പോവാന്ന് പറയുക, അവർ റിജക്റ്റ് ആവുക, അത് ഭയങ്കര റിജക്ഷൻ അല്ലേ? See, the thing is, mainly I cannot blame them. കാരണം ഈ സോ കോൾഡ് OTT പ്ലാറ്റ്ഫോംസ് ആണെങ്കിലും സാറ്റലൈറ്റ്സ് ആണെങ്കിലും അറ്റ് എൻഡ് ഓഫ് ദ ഡേ എന്താണ്, ഇതെല്ലാം സ്കിം ഡൗൺസ് ടു റവന്യൂ. കറക്റ്റ്. അവർക്ക് പൈസ ഉണ്ട്. കാരണം ഇപ്പോൾ എന്നോട് സെൻറ്റിമെൻറ്റ്സ് കാണിക്കേണ്ട ഒരു ആവശ്യവും ഒരു ഒഫീഷ്യലിനും ഇല്ല. കാരണം എന്നോട് സെൻറ്റിമെൻറ്റ്സ് കാണിച്ച് ഇപ്പോൾ അതെങ്ങാനും വർക്കൗട്ട് ആയില്ലെങ്കിൽ അവർക്ക് പണി പോകും. അതേ സമയത്ത് ഒരു വലിയ സ്റ്റാറിൻ്റെ പടമാണെങ്കിൽ അവർക്കൊരു സേഫ്റ്റി ഉണ്ട്. ദാറ്റ് ഇനിഷ്യലി എങ്ങനെയാലും ഇത്രയും നമുക്ക് കിട്ടുന്നു, ഒരിക്കലും ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ചിലരുടെ അടുത്തൊക്കെ പോയപ്പോൾ അവരൊന്നും മര്യാദയ്ക്ക് റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഞാൻ ഒരിക്കലും കൺസിഡർ ചെയ്തിട്ടില്ല ദാറ്റ് ഇവനൊക്കെ ജാടയാണ്. ഒരു ജാടയില്ല. അവരുടെ സ്റ്റേജിൽ എത്തുമ്പോഴേ നമുക്കത് മനസ്സിലാവും. ഇപ്പോൾ ഇന്ന് ഞാൻ ബൈ ഗോഡ്സ് ഗ്രേസ് എല്ലാവരുമായിട്ട് ഇത്രയും ഫ്രീ ആയിട്ട് എന്നെ ആര് വിളിച്ചാലും ഞാൻ സംസാരിക്കും. എല്ലാവർക്കും അറിയാം നിഷാന്ത് ഏട്ടനുമായിട്ട് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഒരു 5 വർഷം അല്ലെങ്കിൽ 3-4 വർഷം കഴിയുമ്പോൾ ഇച്ചിരി തിരക്കാകുമ്പോൾ ചിലപ്പോൾ എനിക്കത് പറ്റിയില്ലെന്ന് വരും. പക്ഷേ അതെൻ്റെ ജാടയല്ല, എനിക്ക് വേറെ പ്രയോറിറ്റീസ് വന്നുകൊണ്ടാണ്. അപ്പോൾ ദാറ്റ് വേ ഞാൻ ഒരിക്കലും ആരെയും ബ്ലെയിം ചെയ്യില്ല. കാരണം ഇൻ ഇംഗ്ലീഷ് ദേ സേ ദർ ഇസ് നത്തിങ് ലൈക്ക് സക്സസ്. സക്സസ് എന്നുള്ളൊരു എലിമെൻ്റ് ആണ് ലൈഫിൻ്റെ എല്ലാം മാറ്റുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മെൻ്റലി പ്രിപ്പയർഡ് ആയിരിക്കും. അല്ലാണ്ട് ഇയാൾ ഈ പ്രാവശ്യം എന്നെ ഇങ്ങനെ ചെയ്തില്ല, അടുത്ത പ്രാവശ്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കത്തില്ല. സിനിമ ഓർ ബിസിനസ് ഡസൻറ്റ് വർക്ക് ലൈക്ക് ദാറ്റ്. സോ ടേക്ക് ഇറ്റ് വിത്ത് പിഞ്ച് ഓഫ് സോൾട്ട് ബട്ട് വിത്ത് ദ റൈറ്റ് സ്പിരിറ്റ്. ഡിസംബറിൽ പടം തിയേറ്റേഴ്സിൽ റിലീസാവുന്നു. തിയേറ്റേഴ്സിൽ അത് കണ്ട ആളുകൾക്കെല്ലാം നല്ല അഭിപ്രായമുണ്ട്. പക്ഷെ അധികം ആളുകൾ ആ പടം കണ്ടിട്ടില്ല. ഡിസംബർ കഴിയുന്നു, പിന്നെ അങ്ങോട്ടേക്ക് ഇതേ ഇപ്പോൾ ഈ ജൂലൈ വരെയുള്ള സമയമുണ്ടല്ലോ, എന്തായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്? അയ്യോ, സത്യം പറഞ്ഞാൽ ഡിസംബർ നമ്മുടെ നവംബർ എൻ്റെ ഡിസംബറിൽ റിലീസായി. നമ്മൾ കുറേ റിവ്യൂവേഴ്സൊക്കെ അടിപൊളി റിവ്യൂ പറയുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷെ അപ്പോഴത്തേനും പുഷ്പ 2 വന്നു, മാർക്കോ വന്നു. പിടിച്ചേക്കാൻ പറ്റിയില്ല, ഉള്ള സത്യം അതാണ്. പിന്നെ പൈസ ഇറക്കി തിയേറ്റർ പിടിക്കാനും പറ്റാത്തൊരവസ്ഥയായിരുന്നു ഞങ്ങൾക്ക്. ഓക്കെ, നമ്മൾ പറഞ്ഞു നമ്മുടെ ഫെയ്റ്റ് ഇതാണ്, വിട്ടേക്കെന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് പിന്നെയാണല്ലോ നമ്മൾ ഈ OTTയും സാറ്റലൈറ്റൊക്കെ പോകുന്നത്. ആരും ബോദർ ചെയ്തില്ല. ആകെ ഇങ്ങോട്ടൊരു ഓഫർ തന്ന് സൈന പ്ലേ ആണ്. അപ്പോൾ പലർക്കും പുച്ഛം, സൈനയോ എന്തിനാന്നും പറഞ്ഞു. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോഴും പറയും ആ സൈനയാണ് എന്തെങ്കിലും ഒന്ന് ഓഫർ ചെയ്തത്, ബാക്കിയുള്ളവർക്കൊന്നും വേണ്ട. ഫർഗെറ്റ് അബൌട്ട് ടേക്കിംഗ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ എപ്പോഴും താങ്ക്ഫുൾ ആയിരിക്കും സൈനയോട്. കാരണം അവരിത് എടുത്തു. ഇന്ന് സൈനയ്ക്ക് ഇത് വലിയൊരു സംഭവമായി. അപ്പോൾ എന്നോട് ഈ അടുത്ത ദിവസം സൈന പ്ലേയിൽ പോയപ്പോൾ അവർ പറയായിരുന്നു അവരുടെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഹിറ്റാണ് സ്ഥാനാർത്ഥിയെന്ന്. ആരെങ്കിലും പ്രതീക്ഷിച്ചു ഇത്രയും ചെറിയ പടം വന്നു? അപ്പോൾ അവരുടെ 1-2 പടങ്ങളുടെ പേര് പറഞ്ഞു. അതായത് അവരുടെ 1 year ഫുൾ ലോങ് റൺ എത്ര ആൾക്കാർ കണ്ടോ അത് ഈ 15 ദിവസം കൊണ്ട് സ്ഥാനാർത്ഥി കവർ ചെയ്തെന്നും പറഞ്ഞു. സോ ഇതിൽ കൂടുതൽ എന്താ അപ്രീസിയേഷൻ നമുക്ക് വേണ്ടേ? അപ്പോൾ നമുക്കൊരു ദേ ആർ ഓൾസോ ഹാപ്പി നമുക്ക് വേണ്ടി ഇത് ചെയ്ത്. അപ്പോൾ ദാറ്റ് വേ നല്ല സ്ട്രഗിളായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ ഐ ഡോണ്ട് വാണ്ട് ടു നെയിം ഹിം, ഒരു സാറ്റലൈറ്റ് ഇതിൻ്റെ അവിടെ പോയിരുന്നിട്ട് ഞാൻ ലിറ്ററലി കരഞ്ഞിട്ടുണ്ട്. സാർ പ്ലീസ് സാർ ഒന്ന് എടുക്കുക സാർ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ വെച്ചാൽ അവരുടെ കുറ്റമല്ല. അദ്ദേഹം വളരെ ഓണസ്റ്റായിട്ട് പറഞ്ഞു, നിഷാന്ത് പ്രശ്നം ഇതാണ്, ചെറിയ പടം വേണ്ട എന്നാണ് മാനേജ്മെൻറ്റ് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ. പക്ഷേ ഇതൊരു ഐ ഓപ്പണർ ആയിരിക്കും. കാരണം ഇവരിൽ പലരും അത് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എടുത്താൽ കുഴപ്പമില്ലായിരുന്നു എന്നും പറഞ്ഞ്. ആൻഡ് താങ്ക്ഫുള്ളി ബൈ ഗോഡ്സ് ഗ്രേസ് ഇപ്പോൾ സാറ്റലൈറ്റിൻ്റെ ഡീൽ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഹിന്ദി റീമേക്ക് റൈറ്റ്സ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വണ്ടി ഇങ്ങോട്ട് ദാറ്റ്സ് റീസൺ ഐ സേ ദർ ഇസ് നത്തിങ് ലൈക്ക് സക്സസ്. അപ്പോൾ ഞാനിപ്പോൾ ചില ദിവസങ്ങളിൽ ഞാൻ സൈനയുടെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമാണ്. ഇൻട്രസ്റ്റിംഗ്ലി വിനേഷിന് ഈ തോട്ട് വന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അതായത് ഒരു ദിവസം ഞാനിങ്ങനെ ഇരുന്നപ്പോൾ വൈഫിനോട് ഞാൻ പറഞ്ഞു, നമ്മുടെ ബജറ്റിൽ അവൻ്റെ പേര് ശരിയല്ലെന്ന് തോന്നുന്നു, ന്യൂമറോളജിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യിപ്പിക്കാമെന്ന് പറഞ്ഞു ഒരു ആസ്ട്രോളജറിൻ്റെ അടുത്ത് പോയി, ജ്യോതിഷൻ്റെ അടുത്ത്. അങ്ങനെ അടുത്ത് പോയി അങ്ങനെ നോക്കിയിട്ട് അങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് ശത്രുദോഷമുണ്ട്, ഒരു സുദർശന ഹോമം അതൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്, അതൊക്കെ ചെയ്താൽ സെറ്റാവും. പെട്ടെന്ന് പിറ്റേ ദിവസം രാവിലെ, അത് ഞാൻ തലേദിവസം ഒരു പെഗടിച്ചുകൊണ്ടെന്ന് വിചാരിച്ചാണ് കേട്ടോ. പിറ്റേ ദിവസം രാവിലെ എണീച്ചപ്പോൾ ഞാൻ, നിനക്ക് എന്നാത്തിൻ്റെ പേര് നിഷാന്ത്, നീ ഇത്രയും നാളും ഉണ്ടാക്കിയെടുത്ത് എന്തെങ്കിലും ഒരു പേരുണ്ടെങ്കിൽ അത് ആ പേരാണ് ബജറ്റ് ലാബ് പ്രൊഡക്ഷൻസ്. ദെൻ ഐ സെഡ് നോ, ഐ വോണ്ട് ചേഞ്ച്. എക്സാക്ട്ലി അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഇത് മുഴുവൻ നടന്നത്. സോ ഇൻട്രസ്റ്റിംഗ്ലി പടത്തിനകത്തും സൂപ്പർസ്റ്റിഷനെ പറ്റിയിട്ട് ഒരു ഏരിയ ഉണ്ടല്ലോ, അങ്ങനെ സർക്കാസ്റ്റിക്കാരുടെ ടേക്ക്. എക്സാക്ട്ലി. അപ്പോൾ അതെന്താ വെച്ചാൽ നമ്മൾ ലൈഫിൽ ഭയങ്കര ഡൗൺ ആകുമ്പോൾ ഭയങ്കര ഡിപ്രസ്ഡ് ആകുമ്പോഴേ നമ്മുടെ മൈൻഡ് ഇട്ട് കളിക്കുന്ന കളികളാണ്. അന്ന് ഞാനത് പറഞ്ഞത്. അപ്പോൾ അൺവാണ്ടഡ് തോട്ട്സ് വരും, അതാവും ഇതാവും. പക്ഷേ ദിസ് ടു ഷാൽ പാസ് എന്നുള്ളൊരു മൈൻഡ് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബ്രോ ഇൻഡസ്ട്രിയുടെ ഒരു ട്രെൻഡ് ഉണ്ട്. അതായത്
ഇവിടെ ഇപ്പോൾ ആളുകൾ പ്രതീക്ഷിക്കുന്നതെല്ലാം വലിയ കാര്യങ്ങളാണ്, വലിയ സിനിമകളാണ്. അതായത് ഒരു സ്റ്റാർ വരുന്നു, പല പല ഇൻഡസ്ട്രിയിൽ നിന്ന് പല പല ആളുകൾ വരുന്നു, അവിടെ ഇപ്പോൾ ഇടി വരുന്നു, യൂണിവേഴ്സ് ബിൽഡ് ആവുന്നു, അതേ ഇപ്പോൾ ആളുകൾ കാണുന്നുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പം നടക്കുന്നുണ്ട്. ഇപ്പം പ്രേമലു പോലെ ഒരു സംഭവം ഒക്കെ സംഭവിക്കുന്നുണ്ടെന്നല്ലാതെ ബാക്കി എല്ലാവർക്കും വേണ്ടത് വലിയ കാര്യങ്ങളാണ്. അപ്പം 4000 കോടിയാണ് രാമായണയുടെ ബഡ്ജറ്റ് നിൽക്കുന്നത് 2 പാർട്ടും കൂടി. അപ്പൊ നമുക്ക് ഈ ചെറിയ ഇപ്പൊ ഉഡാൻ ഉണ്ടാക്കിയൊരു കാര്യമുണ്ട്, പാൻസിംഗ് ടോമാർ ഉണ്ടാക്കിയൊരു ഹിറ്റുണ്ട്, കാഞ്ചീവരം ഉണ്ടാക്കിയൊരു ഹിറ്റുണ്ട്. അത് എവിടെയാ പ്ലേസ് ആവുക? അതിന് ഇനി ആളുകൾ കഷ്ടപ്പെടേണ്ടത് കൂടുതലാവുക, എന്താ മനസ്സിലാക്കുന്നത്? ഐ വുഡ് പുട്ട് ഇറ്റ് ദിസ് വേ, ലൈക്ക് യുനോ, ഇപ്പോൾ സ്ഥാനാർത്ഥിയുടെ കേസിൽ മൈറ്റ് ബി ഞങ്ങൾ ചെയ്ത ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഹിന്ദുവിൽ ഈ ആർട്ടിക്കിൾ വന്നു. ഇമാജിൻ ഈ ആർട്ടിക്കിൾ അന്ന് വന്നിരുന്നെങ്കിൽ റിലീസ് ചെയ്യുന്ന സമയത്ത്, സോ അത് നമ്മുടെ മിസ്റ്റേക്ക് ആയിരുന്നു. നമ്മളത് ആ എഫേർട്ട് അന്ന് ഇടുന്നിരുന്നെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് ആവുന്നത് സ്ഥാനാർത്ഥിയിലെ റൈറ്ററായ മുരളീകൃഷ്ണനുണ്ട്, അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടാണ് ഇന്ത്യൻ ഈ ഹിന്ദുവിലുള്ള, അങ്ങനെയാണ് ഇതാവുന്നത്. ഞാനപ്പോൾ ലൈക്ക് യുനോ ജസ്റ്റ് ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് പുള്ളിക്കാരത്തി ഞങ്ങളോട് പറഞ്ഞു, ഇത് ആ റിലീസിൻ്റെ സമയത്ത് വന്നായിരുന്നെങ്കിൽ. അപ്പോൾ സോ ജെന്യൂൻലി കറക്റ്റ് എന്ന് തോന്നി. കാരണം ടു ബി ദെയർ അറ്റ് ദ റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം ഇസ് ഇമ്പോർട്ടൻറ്റ്. കാരണം ഇപ്പോൾ അതെല്ലാം കിട്ടുന്നുണ്ട്, വളരെ സന്തോഷം. പക്ഷേ അന്ന് ഞങ്ങളത് ഇച്ചിരൂടെയും ബെറ്ററായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ സ്ഥാനാർത്ഥിയുടെ ഇമ്പാക്റ്റ് ഇതിനേക്കാൾ കൂടുതൽ അന്നേ ഉണ്ടായേനെ എന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നു. സോ ഐ ഫീൽ ഫസ്റ്റ് തിങ് ഫസ്റ്റ്, യുനോ, ലോട്ട് ഓഫ് പീപ്പിൾ ലൈക്ക് യുനോ, ഇപ്പം നമ്മുടെ അടുത്ത് ഈവൻ ഒരു ഷോർട്ട് ഫിലിം റിലീസ് ചെയ്യാൻ ആരെങ്കിലും വരുമ്പോഴും ഞാൻ ചോദിക്കും, നിങ്ങളുടെ പ്രൊമോഷണൽ പ്ലാൻസ് ഒക്കെ എങ്ങനെയാണ്? അതിനൊന്നും ബഡ്ജറ്റില്ല, ഫിലിം എടുത്തു വെച്ചു. ഫസ്റ്റ് തിങ് ഫസ്റ്റ്, ഹാവ് എ ബഡ്ജറ്റ് ഫോർ യുവർ പ്രൊമോഷൻ. ബ്രൂട്ടലി ഫാക്റ്റാണത്. അത് ഏറ്റവും ചെറിയ സിനിമ ആയിക്കോട്ടെ, ഏറ്റവും വലിയ സിനിമ ആയിക്കോട്ടെ, പ്രൊമോഷന് കാശ് ഇറക്കണം. ദാറ്റ്സ് പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, യു ഷുഡ് ഓൾസോ നോ ഹൗ ടു പ്ലേസ് യുവർ ഫിലിം ആൻഡ് വെൻ ടു പ്ലേസ് യുവർ ഫിലിം. ഇപ്പം ഞങ്ങളുടെ കേസിൽ അതൊരു മണ്ടത്തരമാണോ എന്ന് എനിക്ക് ഇന്നും അറിയില്ല. എനിക്കോ അതിൻ്റെ മുമ്പത്തെ ആഴ്ച ഇറങ്ങിയ സൂക്ഷ്മദർശിനി, ഹലോ മമ്മി, ഇവരൊക്കെയാണ് അത്. പിന്നെ ഞങ്ങളുടെ നെക്സ്റ്റ് വീക്ക് പുഷ്പ 2. സോ അതൊരു സൂയിസൈഡ് ആണോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ പക്ഷേ എന്ന് വെച്ചാൽ അത്രയും ഡെസ്പറേറ്റ് ആയിരുന്നു ഇറക്കാൻ. അതാണ് ഫാക്ട്. ഇത് ഇറക്കണം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞങ്ങൾ ഏപ്രിൽ 2024 സെൻസർ ചെയ്തു പോയി. കാരണം ആരും ഇങ്ങനെ ജിയോയിൽ സിനിമ എടുത്ത് സൂപ്പറാക്കാമെന്ന് പറഞ്ഞൊരു ടീം വന്നു. അതൊരു 4-5 മാസം അവരങ്ങനെ കളഞ്ഞു. അപ്പോൾ അന്ന് സെൻസർ ആയതുകൊണ്ട് എന്ത് പറ്റി, നവംബറിലെങ്കിലും ഇറക്കിയില്ലെങ്കിൽ ഡിസംബർ ആകുമ്പോഴും ക്രിസ്മസ് സിനിമകൾ വരും. നമുക്ക് എവിടെ സ്ഥലം കിട്ടാൻ? സോ ദിസ് വാസ് അവർ ലാസ്റ്റ് ഹോപ്പ് ആൻഡ് സ്ലോട്ട്. കാരണം ഇത് കഴിഞ്ഞായിരുന്നെങ്കിൽ ജനുവരി 2025 ഇറങ്ങിയിരുന്നെങ്കിൽ കഴിഞ്ഞു. ഒരു 1 year old പടമാണത്. അപ്പോൾ കുറേ ലേണിങ്സ് ആയിരുന്നു വിഷ്ണു. കാരണം ഏതൊരു ചെറിയ പടം, ഇഫ് ദ ടീം ട്രസ്റ്റ് ദാറ്റ് വർക്ക്, യുനോ. ഇപ്പോൾ ഞങ്ങളുടെ ഡെസ്പിറേഷൻ എങ്ങനെയായിരുന്നു വെച്ചാൽ, ഇവിടെ മാവേലിപുരത്ത് റെക്ക ക്ലബ്ബ് എന്ന് പറഞ്ഞ ക്ലബ്ബുണ്ട്, ഭയങ്കര അടിപൊളി വലിയൊരു ക്ലബ്ബാണ്. അവിടുത്തെ സ്റ്റാഫും ക്ലീനറിന് വരെ എന്നെ അറിയാം ഇപ്പോൾ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ നാട്ടിലുള്ള എല്ലാവരെയും കൊണ്ട് പ്രിവ്യൂ കാണിക്കും അവിടെ, ആരെങ്കിലും സഹായിക്കുമോ പ്ലീസ് എന്നും പറഞ്ഞ്. അപ്പോൾ വിനേഷ് ഒരു ദിവസം കളിയാക്കി പറഞ്ഞു, ചേട്ടാ എറണാകുളം പകുതി കണ്ടു കഴിഞ്ഞു, ഇനി ബാക്കി പകുതിയെ കാണാനുള്ളൂ എന്നും പറഞ്ഞു. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് യുനോ ഡെസ്പറേറ്റ് ആയിരുന്നു ഞങ്ങൾ ആൾക്കാരെ കാണിച്ചത്. ആൻഡ് ദാറ്റ് ഇസ് സംതിങ് യു ഷുഡ് നെവർ ഡു. അതായത് ഇനി ഞാനൊരു പടം ചെയ്യുകയാണെങ്കിൽ ഐ വിൽ ബി വെരി ക്ലിയർ ഹൂം ഐ ഷോ ദ ഫിലിം. ഇല്ലെങ്കിൽ ഞാൻ കാണിക്കില്ല. കാരണം വേണമെങ്കിൽ ഞാൻ ട്രെയിലർ കാണിക്കും, ഇതാണ് കണ്ടന്റ്, ഇതാണ് സബ്ജക്റ്റ്, ഇതാണ് ആർട്ടിസ്റ്റ്, വേണമെങ്കിൽ എടുക്കുക, വിട്ടോ. അതർവൈസ് വാട്ട് വിൽ ഹാപ്പൻ ഇസ് ദാറ്റ് ഇവരൊക്കെ കാണും. ഇവർ കണ്ടിട്ട്, അപ്പോൾ അന്നൊരു തമാശയൊക്കെ ഉണ്ടായിരുന്നു. അതായത് റെക്ക ക്ലബ്ബിലെ ആൾക്കാരെ വിളിക്കും. അപ്പോൾ ഇൻട്രോൾ സമയത്ത് ചായ, ബിസ്ക്കറ്റ്, അങ്ങനെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ കണക്കെടുത്ത് ഞാൻ, എൻ്റെ ദൈവം ഇത്രയും കണക്കുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇച്ചിരി പ്രൊമോഷൻ ചെയ്യായിരുന്നു എന്ന് പറഞ്ഞിട്ട് തോന്നുന്നു. അപ്പോൾ തിങ് ഈസ്, ഡോണ്ട് ഡീഗ്രേഡ് യുവർ ഫിലിം ബൈ യുവർ സെൽഫ്. നാട്ടിലുള്ളവരെയൊക്കെ ചുറ്റിച്ച് കാണിച്ച് ഇത് അതിൻ്റെ ആവശ്യമില്ല. ഹാവ് ദ റൈറ്റ് കണക്ഷൻസ്. പ്രൊമോഷന് കുറച്ച് പൈസ കരുതുക. ആൻഡ് ടു ബി വെരി ക്ലിയർ വെൻ യു വോണ്ട് ടു റിലീസ് എ ഫിലിം, ആ വിൻഡോ പീരീഡ്. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു ചെറിയ പടത്തിനും ഇവിടെ ഓടാൻ സ്പേസ് ഉണ്ട് വിഷ്ണു. അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ വിഷ്ണുവിനും അറിയാം, ലൈക്ക് യുനോ, എത്ര സിനിമയുള്ള ചെറിയ പടങ്ങൾ ടക്കാന്ന് പറഞ്ഞു വരും. നമുക്ക് എത്ര സിനിമയെ പറ്റി അറിയാം. ഒരു ഐ ഡോണ്ട് വാണ്ട് ടു നെയിം അഗെയിൻ, ഒരു പർട്ടിക്കുലർ ആൾ ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്ത്, അപ്പോൾ എൻ്റെ PRO പറഞ്ഞു, ഇങ്ങനെ പ്രൊഡ്യൂസറും മറ്റേ ഡയറക്ടർ അങ്ങനെ ഇരിക്കും. ഇപ്പോൾ പ്രൊഡ്യൂസറൊന്നും വേണ്ട, അയാളൊന്നും ആരും അറിയത്തില്ല, അവരൊക്കെ മതി, അജുവൊക്കെ മതി, അജു സൈജു ആണെങ്കിൽ എടുക്കാം. എനിക്കൊരു വിഷമമില്ല, കാരണം എന്നെ ആർക്കറിയാനാ, നോബഡി നോസ് മീ, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊന്നും പറയാൻ പോയില്ല. ഞാൻ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ. സോ ഇറ്റ്സ് ലൈക്ക് യു ഷുഡ് എൻഷുർ ദാറ്റ് യുനോ ദർ ഇസ് എ വിസിബിലിറ്റി ഫോർ ദ ഫിലിം ഇൻ ദ റൈറ്റ് വേ. അതുണ്ടെങ്കിൽ ഷുവറായിട്ട് നമുക്കൊരു ഗ്യാപ്പ് കിട്ടും. ആൻഡ് പ്രൊവൈഡഡ് ദ ഫിലിം ഇസ് ഗുഡ് കേട്ടോ, അല്ലാണ്ട് കച്ചറ സിനിമയല്ല. കാരണം സ്ഥാനാർത്ഥിയുടെ കേസിൽ ഞങ്ങളുടെ മ്യൂസിക് എടുത്ത് പനോരമ സ്റ്റുഡിയോസാണ്, പനോരമ മ്യൂസിക്. അവരുടെ ടീം മുഴുവൻ ഈ പടം കണ്ടു. ഓക്കെ, അവർ കണ്ടിട്ട് പറഞ്ഞു വാട്ട് എ ബ്രില്യൻ ഫിലിം നിഷാന്ത് എന്ന് പറഞ്ഞു.
അപ്പം എനിക്ക് കോൺഫിഡൻസ് കയറി, കാരണം അവരൊക്കെ ടോപ്പ് പടങ്ങൾ ചെയ്യുന്ന ടീമുകളാണ്. അപ്പം ഞാൻ ഓർത്തു മോനെ ഇതിൽ ഇതുണ്ട്. അവർ തന്നെയാണ് ഇപ്പോൾ റീമേക്ക് റൈറ്റ്സിൻ്റെ കാര്യം ചോദിച്ചത്. സോ അവിടെയാണ് ഞാൻ പഠിച്ച പാഠം. ദാറ്റ് കാണിക്കേണ്ടവരെ കാണിക്കും. വഴി കൂടെ പോകുന്നതിന് എല്ലാത്തിനും വിളിച്ച് ബാ കാണുന്നും പറഞ്ഞ് കാണിച്ചിട്ട് ഒരു കാര്യമില്ല. ആൻഡ് ദർ ഈസ് സ്പേസ് വിഷ്ണു. ചെറിയ പടങ്ങൾക്ക് സ്പേസ് ഉണ്ട് ഇവിടെ. ആൻഡ് ട്രെയിലർ കട്ട് ചെയ്യണതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെരി മച്ച് ഇറ്റ്സ് ലൈക്ക് ട്രെയിലർ, സ്നീക്ക് പീക്ക്, ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ഇറ്റ് ആഡ്സ് എ ലോട്ട് ഓഫ് വാല്യൂ. ഇത് കാണുന്നവന് വാട്ട് ഈസ് ദ ഇമ്പാക്ട് എന്ന രീതിയിൽ. ഇപ്പം നമ്മുടെ കേസിൽ ആകെ നമുക്ക് ചാലഞ്ച് എന്ന് വെച്ചാൽ പലരും ഇതിന് കുട്ടികളുടെ സിനിമ എന്നൊരു ബ്രാക്കറ്റിലായിട്ട് ഇവൻ ഞങ്ങൾ സെൻസർ ചെയ്യാൻ പോയപ്പോൾ അവർ ഞങ്ങളോട് ആദ്യത്തെ ചോദ്യം കുട്ടികളുടെ സിനിമയുടെ സെഗ്മെൻറ്റിൽ ചെയ്യട്ടെ. ഞങ്ങൾ പറഞ്ഞു പറ്റില്ല, സാധാ ഫിലിമായിട്ട് ചെയ്യണമെന്ന്. അപ്പോൾ പോയിന്റ് ഇവരെല്ലാവരും കാഴ്ചപ്പാടതായിരുന്നു, ഏതൊരു പിള്ളേരുടെ പടം. ഓക്കെ, അപ്പോൾ ഇറ്റ്സ് ഓക്കെ കാരണം കാലം തെളിയിക്കുന്നു പറയുന്ന പോലെ നോ പീപ്പിൾ നോ വാട്ട് ഇറ്റ് ഇസ് ഹൗ ഇറ്റ് വർക്ക്സ്. സോ ദാറ്റ് വേ വി ആർ താങ്ക്ഫുൾ ടു ഗോഡ് ദാറ്റ് ഇപ്പോൾ അത്യാവശ്യം റെക്കഗ്നിഷൻ കിട്ടുന്നുണ്ട്, ബിസിനസ് വൈസ് ആയിട്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ആവുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ഗുഡ്. ബഡ്ജറ്റ് ലാബിന്റെ അടുത്ത സീസണിന്റെ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്? ഇപ്പോൾ സീസൺ 8 നമ്മുടെ ഒരു ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു, ഇനി 2 റൗണ്ട്സും കൂടി ഉണ്ട്. അത് കഴിഞ്ഞ് പോസിറ്റീവ്ലി ഈ വർഷം തന്നെ നമ്മളെല്ലാം കഴിഞ്ഞ് ഷൂട്ടിലേക്ക് എടുക്കും. അപ്പോൾ എൻ്റെ ഒരു ദ വേ ഹൗ ഐ ഡു വേഴ്സ് ഞാൻ വിന്നേഴ്സിന് അനൗൺസ് ചെയ്ത് അവരുടെ പടത്തിൻ്റെ ഷൂട്ട്സ് കഴിഞ്ഞ് മേക്കിംഗ് വീഡിയോ ഇട്ടിട്ട് ഞാൻ അടുത്ത സീസൺ അനൗൺസ് ചെയ്യും. സോ കാണുന്ന ആൾക്കറിയാം അതിൻ്റെ ഷൂട്ട് കഴിഞ്ഞു, അടുത്ത് തുടങ്ങുകയാണെന്നും പറഞ്ഞു. സോ അതൊരു പ്രോസസ്സാണ്. അപ്പോൾ ഇയർലി ഒരു സീസണേ നമ്മൾ ചെയ്യുള്ളൂ, ഓൺലി 1 സീസൺ. അപ്പോൾ ഇനി അടുത്ത സീസൺ എന്ന് പറഞ്ഞാൽ അടുത്ത കൊല്ലം എപ്പോഴെങ്കിലും ആയിരിക്കും. ആക്ച്വലി ബഡ്ജറ്റ് ലാബ് അപ്പോൾ ഒരു നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷൻ പോലെയാണ്? ഒരിക്കലുമല്ല. ബഡ്ജറ്റ് ലാബ് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ടെലിവിഷൻ VOD റൈറ്റ്സ് ബിസിനസ് ചെയ്യുന്നുണ്ട്. സോ വി ഹാവ് റവന്യൂ ഫ്രം ദാറ്റ്. ഡബിംഗ് റൈറ്റ്സ് വി ഹാവ് റവന്യൂ ഫ്രം ദാറ്റ്. ഓക്കെ, നമ്മുടെ യൂട്യൂബ് ചാനൽ ഞങ്ങൾക്ക് റവന്യൂ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ 80% ആണ് യൂട്യൂബ് റവന്യൂ കൊടുക്കുന്നത്. ഇപ്പോൾ വിഷ്ണു ഒരു പടം ഇട്ടാൽ 80% 90% വരെ ഞാൻ കൊടുക്കുന്നുണ്ട്. പക്ഷേ വിഷ്ണു വിചാരിക്കും 20% കിട്ടിയിട്ട് ഇങ്ങനെ എന്താവാനാണ്. പക്ഷേ വിഷ്ണുവിനെ പോലെ എനിക്ക് 15 സിനിമ വേറെ ഉണ്ട് വിഷ്ണു. സോ 15 into 20. So what is the amount? So that's one side. Then we have another business. ഞാനും എൻ്റെ വൈഫും we run a educational firm. That's called The Learner. So that's into education consulting, teacher training, curriculum design, teacher placement. ഇവിടുത്തെ ഇന്ത്യൻ നേവി, കൊച്ചിൻ ഷിപ്പ്യാർഡ് അവർക്ക് ഞങ്ങളുടെ ക്ലയൻസ് ആണ്, അവരുടെ സ്കൂൾസ് ഒക്കെ. സോ ദാറ്റ് ഈസ് അവർ ആക്ച്വൽ ഹാർഡ് കോർ ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറയുന്നത് അതാണ്. ഞങ്ങൾ കഴിഞ്ഞ് 3 വർഷമായിട്ട് ഞങ്ങൾക്ക് അതുണ്ട്. So that way it's like Budget Lab is definitely not a profitable, non-profitable organized charity ഒന്നുമല്ല. നമുക്ക് നമ്മുടെ റവന്യൂ സോഴ്സസ് ഉണ്ട് തീർച്ചയായിട്ടും. ജസ്റ്റ് ദാറ്റ് ഈ ഷോർട്ട് ഫിലിം പ്രൊഡക്ഷൻ കോൺടെസ്റ്റ് എൻ്റെ റവന്യൂ സോഴ്സ് അല്ല. അതെൻ്റെ എക്സ്ട്രീം പാഷനായിട്ട് ഞാൻ ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ അതിൽ ഒരു തരത്തിലുള്ള തെമ്മാടിത്തരോ ഒന്നും ഞാൻ അലോ ചെയ്യാറുമില്ല. ഇപ്പോൾ എൻ്റെ സ്റ്റാഫ് ആണെങ്കിൽ പോലും ഇഫ് സംബഡി ഐ ഫൈൻഡ് ട്രൈ ടു മെസ് അറൗണ്ട് ഐ ഫയർ ദം ദെൻ ആൻഡ് ദെയർ. അത് കഴിഞ്ഞ് ഞാൻ വെച്ചുകൊണ്ടിരിക്കാറില്ല. കാരണം അത് എനിക്ക് പറ്റിയത് മറ്റുള്ളവർക്ക് പറ്റരുത്. അപ്പോഴാണ് ഞാൻ ഈ കമ്പനി തുടങ്ങിയിട്ടൊരു പർപ്പസ് ഉള്ളൂ. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് യുവർ, അല്ലെങ്കിൽ മിഷൻ വിഷൻ എന്നൊക്കെ പറയുന്ന പോലെ എന്താണ് പർപ്പസ് എന്നുള്ളൊരു ക്ലാരിറ്റി വേണ്ടേ. ഐ എം വെരി ക്ലിയർ.